സലീംകുമാറിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പരവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് യാത്രയാകുന്ന ദൃശ്യങ്ങളാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് പരവൂരിലും പരിസര പ്രദേശങ്ങളിലും. ദുഃഖത്തിൻ്റെ മഴ തിമിർത്ത് പെയ്യുന്ന ഒരു വേളയിൽ സലീംകുമാറിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം ആംബുലൻസ് പരവൂർ മുനിസിപ്പൽ ടൗൺ ഹാൾ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുകയാണ്. മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്ന് മായാത്ത ഒരുപാട് ദൃശ്യങ്ങൾ സമ്മാനിച്ച ഈ മനുഷ്യൻ, ഒരിക്കലും മാഞ്ഞുപോകാത്ത ചിരിയുടെ പേമാരി പെയ്യ്ക്കാൻ കഴിഞ്ഞ ഈ മഹാനടൻ്റെ വിയോഗത്തിന് നമ്മൾ സാക്ഷിയാകുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ഇരച്ചു കയറുകയാണ്. വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, വിശദാംശങ്ങൾ. സലീംകുമാറിന്റെ ഭൗതികദേഹവുമായുള്ള ആംബുലൻസ് വരാപ്പുഴ പിന്നിടുകയാണ്. ഈ യാത്ര പരവൂരിലേക്കാണ്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പരവൂരിലേക്കുള്ള യാത്രയാണ്. അവസാന യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം 8:10 തന്നെ മൃതദേഹം ആലുവ അമൃത ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കിറക്കുകയും അവിടെ നിന്ന് ഇപ്പോൾ പറവൂരിലേക്ക് പോവുകയാണ്. കൃത്യം 9 മണിയോടുകൂടി തന്നെ പറവൂരിൽ എത്തിച്ചേരാനാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. 9 to 1 മണി വരെയാണ് അവിടെ പൊതുദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെയാണ് സിനിമാ മേഖലയിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക് സിനിമാ മേഖലയിലുള്ളവരും സാംസ്കാരിക മേഖലയിലുള്ളവർക്കൊപ്പം തന്നെ പറവൂരിൽ നിന്നുള്ള വലിയ ജനാവലിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അവരോടൊക്കെ വലിയ അടുപ്പം പുലർത്തിയിരുന്ന ഒരാളാണ് അദ്ദേഹം. സൗഹൃദത്തിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മാനങ്ങളൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നവരോടെല്ലാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായി മാറുന്ന കാഴ്ച കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വൈകാരിക അടുപ്പം എല്ലാവരുമായി വെച്ചു പുലർത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. ആ തിരക്കാണ് നമ്മൾ ആശുപത്രിയിൽ കണ്ടത്. അത് ഇന്ന് പറവൂരിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കുമെങ്കിലും അതിനു മുൻപ് കാണണം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന ഒരുപാട് മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അവരോടെല്ലാം വെച്ചു പുലർത്തിയ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ അടയാളങ്ങളാണ് ആ കാണാൻ വരുന്ന ആളുകൾ എന്ന് നമുക്ക് ഉറപ്പായും പറയാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ നേരിട്ടെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് മൃതദേഹം സംസ്കരിക്കുക എന്ന് പി.സി. വിഷ്ണുനാഥ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 3 മണിക്കൂറോളമാണ് പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ ലാഫിംഗ് വില്ലയിലേക്ക് അവസാന യാത്രയായി അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തും. ഒരുപക്ഷെ ഈ സിനിമകളിൽ നിന്ന് അസുഖം മൂർജിച്ച് സിനിമകളിൽ നിന്ന് പതിയെ അദ്ദേഹം മാറി നിന്ന ഘട്ടത്തിലൊക്കെ ആ വീടും ആ പരിസരവുമായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം. ആ പരിസരം കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ കൃഷി നടത്തിയത്. പൊക്കാളി കൃഷിയൊക്കെ നടത്തി വലിയ വാർത്താ ശ്രദ്ധയൊക്കെ അദ്ദേഹം നേടിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ സാംസ്കാരിക മേഖലയിലും സിനിമാ മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ സാമൂഹ്യ മേഖലയിലും ഒക്കെ കൃത്യമായ അടയാളം, ഒരു കലാകാരൻ എന്നാൽ ഈ മേഖലയിലൊക്കെ അവരുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. അത് കൃത്യമായി അദ്ദേഹത്തിന്റെ റോള് ചെയ്തൊരു മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ നമ്മളോട് വിട പറയുന്നത്. കലാധിപത്യമായ സിനിമകൾ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഡയലോഗുകളൊക്കെ ഈ ജെൻസി യുഗത്തിൽ പോലും അത്രമേൽ പ്രാധാന്യത്തോടെ അവർ പോലും കൈക്കൊള്ളുന്നത്, അവർ പോലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പങ്കുവെക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കുനമ്മാവ് എത്തിയിരിക്കുകയാണ് ആംബുലൻസ്. ഇവിടെ നിന്ന് അല്പം ദൂരം മാത്രമാണ്, ഒരു 10-20 മിനിറ്റോ മാത്രമാണ് ഈ പറവൂരിലേക്ക് ഉള്ളത്. അവിടെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.